ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് വന്നിട്ട് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു യാത്ര പോവുകയാണ്. അത് ഞാൻ വഴിയേ പറയാം കേട്ടോ എവിടെയാണ് പോണേന്ന്. മോൻ കരയുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതിനാണ് അവൻ ഇങ്ങനെ കരയുന്നത്. പക്ഷെ കള്ളക്കരച്ചില്ല കേട്ടോ. ഞാനും അമ്മയും വിഷ്ണുവണെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്താങ്ങളെ കേട്ടോ, താങ്ങളെയും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം എന്താ ഇങ്ങനെ റെഡിയായി വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതാണ്ട് യാത്രയൊക്കെ അപ്പുറത്ത് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇറങ്ങിയാണ്. ഇത് മൊത്തം ഞങ്ങളുടെ വലിയച്ഛൻ്റെ വീടാണ് കേട്ടോ, വലിയച്ഛന്മാരുടെ വീടാണ്. അത് അച്ഛൻ്റെ ചേട്ടന്മാരുടെ വീടാണ്. ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത് ഈ കുഞ്ഞു റോഡിൽ കൂടെയാണ് കേട്ടോ. ഓട്ടോയൊന്നും ഇറങ്ങി വരില്ല, 2 വീലർ മാത്രമേ വീട്ടിൽ വരത്തുള്ളേ. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്കാവാണ് കേട്ടോ. എല്ലാ മാസവും 1-ാം തീയതി വെളിച്ചനാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. എന്നും 1-ാം തീയതി രാവിലെയും വൈകിട്ടും വെളിച്ചം വിളക്ക് കത്തിക്കാറുണ്ട്. ചിലപ്പോൾ നേർച്ചയായിട്ട് ആരെങ്കിലും വിളക്കെണ്ണയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്ന് ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഓട്ടോയിൽ കയറി ഇതാ ഞങ്ങൾ ഇവിടുന്ന് അവിടേക്കുള്ള യാത്ര തുടരുകയാണ് കേട്ടോ. എവിടെയാണെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഇതില്ലേ, എന്താ എവിടെ പോകുവാണെന്നൊരു ചിന്താഗതി നിങ്ങൾക്കില്ലേ? വേറെ എങ്ങുമല്ല കേട്ടോ. കുട്ടികൾ 2-3 ദിവസം കൊണ്ടേ പറയുകയാണ് അവർക്ക് പാർക്കിൽ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവരെയും കൂട്ടി പാർക്കിൽ വരെ പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ എല്ലായ്പ്പോഴും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ദാണ്ട് പാർക്കിലെത്തി. കുട്ടികൾ വളരെ സന്തോഷമായിട്ട് അവർ എൻജോയ് ചെയ്താണ് അവരുടെ ആ ഒരു ടൈം കേട്ടോ. സാധാരണ ഞങ്ങൾ ഈ പാർക്കിൽ പോയാൽ കൂടിപ്പോയി ഒരു 15 മിനിറ്റൊക്കെ അവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇത്തവണ അതിലും കൂടുതൽ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഞാൻ പക്ഷേ ഇവരുടെ കൂടെ ഒന്നും പോയില്ല കേട്ടോ. അണ്ണനാണ് അവരുടെ കൂടെ എപ്പോഴും ഓടി നടന്നത് കേട്ടോ. മോനാണെങ്കിൽ ഏത് കയറണമെന്നുള്ള വിഭ്രാന്തിയായിരുന്നു കേട്ടോ. ഒന്നിൽ കയറി അവനുടനെ അടുത്തതിൽ കയറണം, അവനിങ്ങനെ. പക്ഷേ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ് കേട്ടോ. ഇതുവഴി നടന്ന് കയറി അപ്പുറത്തോട് ചുറ്റിക്കറങ്ങുന്നത്. ഇതേപോലെ വേറെ ഒരെണ്ണമുണ്ട്, നടന്ന് കയറിയിട്ട് നേരെ ഇറങ്ങില്ല. അതിൽ അവൻ വീഴും, അതുകൊണ്ട് അതിൽ കയറ്റാൻ പേടിയാണ്. പക്ഷേ അവൻ കണ്ണൊട്ടിച്ച് അപ്പോഴപ്പോഴും അതിൽ കയറാനും പോകുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയെന്നാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. നമ്മളിതാ പോയത് ഇവിടെയാണ് കേട്ടോ, പത്തനംതിട്ട നഗരസഭ കുട്ടികളുടെ പാർക്കിൽ. ഇവിടെയാണെങ്കിൽ ഇതൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പൈസ അടയ്ക്കുകയോ അങ്ങനെ ടിക്കറ്റ് അങ്ങനെ വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര ടൈം വേണേലും കുട്ടികൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫ്രീ ആണ്. അവർ എത്ര ടൈം വേണമെങ്കിലും അവർക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാർക്കാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ അവർ വളരെ സന്തോഷമായിരിക്കും, നമുക്കും അതൊരു റിലാക്സ് ആയിരിക്കും കേട്ടോ. ഞങ്ങളിതാ ഇങ്ങനെ ഇരുന്ന് ഞാനും അമ്മയും കൂടി ഇരുന്ന് കാര്യം പറയുകയാണ്. അന്നെന്താ അവരുടെ കൂടെ നടക്കുകയാണ് കേട്ടോ. അവിടെ ഒരുപാട് മരങ്ങൾ, അവിടെ ആ മരങ്ങളും കുട്ടികൾക്ക് വളരെ ഹാപ്പി ആവാൻ വേണ്ടി ആ മതിലുകളിലൊക്കെ ടോം ആൻഡ് ജെറിയും ഡോറ ബുജ്ജിയും അങ്ങനെ ഒരുപാട് കാർട്ടൂണുകൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് അവരവിടെ ഉല്ലസിച്ച് ഇരിക്കുകയാണ്. നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവിടെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. കുട്ടികൾക്ക് അതിൻ്റെ ഇടയിൽ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഒരു മണിക്കൂറോളം കുട്ടികളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടും അവർക്ക് വരാൻ നല്ല മടിയായിരുന്നു കേട്ടോ. എന്നിട്ടും വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവസാനം പറഞ്ഞു, മക്കളെ ഇവിടെ നിന്ന് എല്ലാവരും പോയി, ഇവിടെ ഇനി നമുക്കിവിടെ കളിക്കാൻ പറ്റത്തില്ല, നമ്മളിവിടെ സെക്യൂരിറ്റി ചാടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് വന്നത് തന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓമല്ലൂർക്കാണ് വന്നത് കേട്ടോ. ഓമല്ലൂർ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പച്ചക്കറികളും തേങ്ങയും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ കൂടെ ഫുൾ ടൈം ഞങ്ങൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ ആഗ്രഹം പോലെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്നത്. പിന്നീട് ഓമലൂർ വെച്ച് ചാച്ചനും വന്നു കേട്ടോ. ചാച്ചൻ ഞങ്ങളുടെ കൂടെ കൂടിയായിരുന്നു. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് കേട്ടോ. ഇനി ഇവരുടെ ഈ പാർക്കിൽ പോക്കൊക്കെ ഇനി അടുത്ത പ്രാവശ്യം ഓണത്തിന് ഞങ്ങൾ വന്നാലേ ഉള്ളൂ ഇനിയുള്ള ഈ പാർക്കിൽ പോക്ക് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇവരെ പാർക്കിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുവേളിയില്ലേ തിരുവനന്തപുരത്ത്, അവിടെയൊക്കെ പോകുമ്പോഴുള്ള പാർക്കിൽ പോക്കേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ പാർക്കിലൊന്നും ഇവരങ്ങനെ കൊണ്ടുപോകാറില്ല.
അതുകൊണ്ട് ഇവർക്ക് പാർക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് നമ്മുടെ പുറകെ നടന്ന് അവർ സാധിച്ചെടുത്ത് അവരുടെ ആ സ്വാതന്ത്ര്യത്തെ അവർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോയാൽ അവരും വളരെ ഹാപ്പി ആയിരിക്കും, നമ്മളും വളരെ ഹാപ്പി ആയിരിക്കും. അങ്ങനെയൊക്കെ പോകാൻ ശ്രമിക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ.